തിരഞ്ഞെടുപ്പ് പ്രചരണം കത്തി നിൽക്കെ ടി.എൻ. പ്രതാപനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ കോൺഗ്രസ് നേതാവ്. മുൻ നാട്ടിക ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് വി.എ. ഫിറോസ് തൃപ്രയാറിൽ വാർത്താ സമ്മേളനത്തിലാണ് വിമർശനം നടത്തിയത്. എം.എൽ.എ. ആകും മുൻപ് ടി.എൻ. പ്രതാപൻ തളിക്കുളം സർവീസ് സഹകരണ ബാങ്കിലും സഹോദരൻ ടി.എൻ. ദിനേശൻ മണലൂർ സർവീസ് സഹകരണ ബാങ്കിലും പ്യൂണായിരുന്നതായി വി.എ. ഫിറോസ് പറഞ്ഞു. വർഷങ്ങൾക്ക് മുൻപ് മണലൂരിലെ ബാങ്കിൽ നിന്ന് മോഷണം പോയിരുന്നു. ഇവ പ്രതാപന്റെ തറവാട് പറമ്പിൽ നിന്നാണ് പോലീസ് കണ്ടെടുത്തതെന്ന് വി.എ. ഫിറോസ് ആരോപിച്ചു. സംഭവത്തിൽ സത്യസന്ധമായ അന്വേഷണം നടത്തിയിരുന്നെങ്കിൽ രണ്ടുപേരും ജയിലിലാകുമായിരുന്നു എന്ന ഗുരുതര ആരോപണവും ഫിറോസ് ഉയർത്തി. ബന്ധപ്പെട്ട കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുമെന്നും വി.എ. ഫിറോസ് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. മണലൂർ സർവീസ് സഹകരണ ബാങ്ക് കൊള്ളയടിക്കപ്പെട്ടു. കോടിക്കണക്കിന് രൂപയും അത്രയ്ക്ക് നമ്മുടെ ഏതാണ്ട് സ്വർണ്ണാഭരണങ്ങളും ഒരു 10-200 പവനിൽ പവർ സ്വർണ്ണാഭരണങ്ങൾ അവിടുന്ന് കൊള്ളയടിക്കപ്പെട്ടു. രാത്രിയിലാണ്, ഒരു ഞായറാഴ്ച ദിവസം രാത്രിയാണ് അത് കൊള്ളയടിക്കപ്പെട്ടത്. പോലീസ് അന്വേഷണത്തിൽ പ്രതിയെ പിടികൂടി. ടി.എൻ. പ്രതാപന്റെ സഹോദരൻ ടി.എൻ. ദിനേശായിരുന്നു പ്രതി. പോലീസ് തെളിവെടുപ്പിന് കൊണ്ടുവന്നു. സ്വർണവും പണവും അടങ്ങുന്ന ബാഗ് ടി.എൻ. പ്രതാപന്റെ തറവാട്ട് വീട്ടിൽ നിന്നാണ് അന്ന് പിടിക്കപ്പെട്ടത്. ദിനേശനെ കോടതി ശിക്ഷിച്ചത് പ്രകാരം അദ്ദേഹം ഒരുപാട് വർഷം ഇതിൻ്റെ പേരിൽ ജയിലിൽ കിടന്നു. പക്ഷെ അന്ന് കോൺഗ്രസ്സിൽ ഏറ്റവും കൂടുതൽ സംസാര വിഷയം ഉണ്ടായിരുന്ന കാര്യം ഈ രണ്ട് പിയൂൺമാർ തമ്മിൽ. അന്ന് പ്രതാപന് പാർട്ടിയിൽ വലിയ പദവിയൊന്നുമില്ല. ഈ രണ്ട് പിയൂൺമാർ ചെന്ന് ആസൂത്രിതമായി നടത്തിയ കൊള്ളയായിരുന്നത്. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചിരിക്കുകയാണ്. ടി.എൻ. പ്രതാപനെതിരെ ഈ വിഷയത്തിലുള്ള നിയമ പോരാട്ടം, സത്യസന്ധമായ ഒരു പുനരന്വേഷണം നടക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെ പോകും ഞാൻ. അക്കാര്യത്തിൽ തർക്കം വേണ്ട. ടി.എൻ. പ്രതാപനെതിരെ 250ഓളം വരുന്ന ആളുകൾ KPCC അന്വേഷണ കമ്മീഷന് മുമ്പിൽ വന്ന് ഹാജരായിട്ട് ടി.എൻ. പ്രതാപൻ കോടികൾ മുടക്കിയാണ് BJPയുടെ കയ്യിൽ നിന്ന് വാങ്ങിയാണ് തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചത് ഞാൻ മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്. ആ പരാതി പറഞ്ഞ് 250 ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രതാപൻ ചോദിക്കും തെളിവ് എവിടെയാണ്? അത് തന്നെ ഏറ്റവും വലിയ തെളിവല്ലേ.